ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം. പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൃത് വാളെ. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ജയ് ഗണേഷ്. അപ്പോൾ ജയ് ഗണേഷിൻ്റെ മൂവി ഒറ്റവാക്കി പറയണ ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ മൂവി തന്നെയാണ്. അതായത് സൂപ്പർ ഹീറോ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു സൂപ്പർ ഹീറോ മൂവിയല്ല. ഒരു നമ്മുടെ ഉണ്ണിമൂന്തൻ ഒരു കാർട്ടൂണിലൂടെ ഒരു സൂപ്പർ ഹീറോയെ മേക്ക് ചെയ്യുന്നു. ആ സൂപ്പർ ഹീറോയും ഹ്യൂമനും ഒരു സൂപ്പർ ഹീറോ തന്നെയാണെന്ന് ഒരു ടിപ്പിക്കൽ വാരത്തി തീർക്കൽ ടൈപ്പ് മൂവിയാണിത്. എന്താണ് ഇതൊരു എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ മൂവി നമ്മുടെ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂവി കാണാൻ പോയ സാഹചര്യം ഇതായിരുന്നു. ഇനി മൂവിയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് കിടക്കാം. പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിൽ അത്യാവശ്യം ബീജിയംസ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ത്രില്ലിംഗ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തരുന്നത്. അതുപോലെ ഇനി അഭിനയം എടുത്ത് നോക്കുവാണെങ്കിൽ ഉണ്ണിമുന്തൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ണിമുന്തൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ ഉണ്ണിമുന്തൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു അഭ്യൂഹംശി, അതാണ് പുള്ളിക്കാരത്തി ക്യാരക്ടറും കൊള്ളായിരുന്നു. അതുപോലെ തന്നെ രവീന്ദ്ര വിജയ് ഇതിൻ്റെ അകത്തൊരു ടിപ്പിക്കൽ വില്ലനാണ് പുള്ളിക്കാരൻ. പക്ഷേ വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലനാണ്, പക്ഷേ വില്ലൻ അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ടൈപ്പ് കഥാപാത്രമായിട്ടാണ് പുള്ളിക്കാരി വിടുന്നത്. പിന്നെ ജോമോൾ ഇതിൻ്റെ അകത്തൊരു വക്കീലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറും കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഹരീഷ് പിഷാരടി ആളുടെയും കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയായിരുന്നു. അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടിപ്പിക്കൽ എന്താ സറൈവ് ത്രില്ലർ മൂവി തന്നെയാണ്. അതായത് നമ്മുടെ ഉണ്ണിമുന്തൻ ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഹീറോയെ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ ഈ ഉണ്ണിമുന്തൻ എന്ന് പറയുന്ന വ്യക്തി കൈയും കാലും ഒക്കെ അതായത് നമ്മുടെ രണ്ടു കാലിന് സ്വാധീനം ഇല്ലാത്തൊരു വ്യക്തിയാണ് പുള്ളി. നയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് പോയതിനു ശേഷം കുറേ കാര്യങ്ങൾ ആക്റ്റീവ് ആവുകയും എത്തിക്കലേക്ക് ഹാക്കിങ്, ഗ്രാഫിക്സ് ഡിസൈനർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇമോഷണലായൊരു നായകൻ എന്ന് തന്നെ പറയാം. ഒരു ഇമോഷണലി കുറച്ച് ഇതും പിന്നെ ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ളൊരു നായകനാണ്. ആ നായകന് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്നൊക്കെയാണ് മൂവി ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്സ് ആയിട്ട് നോക്കാനാണെങ്കിൽ ഡയറക്ടർ റൈറ്റർ രജി ശങ്കർ പുള്ളിയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ശങ്കർ ശർമ്മയുടെ മ്യൂസിക്കും ബീജിംസും ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന സെൽവരാജ് ചന്ദ്രന് പുള്ളിയും കൊള്ളായിരുന്നു. അതുപോലെ തന്നെ എഡിറ്റർ നമ്മുടെ സന്ദീപ് പ്രതാപാണ്, മറ്റേ നമ്മുടെ പ്രേമലിൻ്റെ അകത്തുള്ള പുള്ളിയാണ്. കൊള്ളായിരുന്നു. മൊത്തത്തിൽ ടെക്നിക്കൽ വർക്ക് കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിങ് പക്കയായിരുന്നു. അതിലൊന്നും വലിയ മോശമായിട്ട് പറയാൻ തോന്നുന്നില്ല. എന്നാലും ഇതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കില്ല സംഭവം. ലോജിക്കലായിട്ട് ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ലോജിക്കലായിട്ട് പല കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതൊരു ടിപ്പിക്കൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ടിപ്പിക്കൽ കുട്ടികൾ ഫോക്കസ് ചെയ്തുള്ള സിനിമയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണല്ലോ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുടുംബമായിട്ടും പോകുന്നവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാം. അങ്ങനെ അത്യാവശ്യം ഇതിൽ രംഗങ്ങളാണെങ്കിലും ബാക്കിയെല്ലാം ചുമ്മാ ആവശ്യമില്ലാതെ ക്ലീഷയാക്കി കളഞ്ഞിട്ടില്ല. എല്ലാ ആവശ്യത്തിന് മാത്രമേ സിനിമയെ ചേർത്തുള്ളൂ. അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നുള്ള ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് നല്ല മൂവി തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. എന്താണെങ്കിലും ഉണ്ണിമുന്തൻ്റെ ഈ ഒരു പടം കാണുമ്പോൾ ഞാൻ എന്തായാലും ഗണേഷുമായിട്ട് ബന്ധപ്പെട്ട, പക്ഷേ അങ്ങനെ ടിപ്പിക്കലായിട്ടുള്ള ഒരു കാര്യത്തിലോട്ടൊന്നും ഇത് പോയിട്ടില്ല എന്നുള്ള സിനിമ. എന്തായാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ചെയ്യപ്പെടുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, വൺ ലൈഫ് വൺ ഡ്രീം വൺ പാഷൻ. താങ്ക് യു.